ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചന ധ്യാനം ക്ലാസ് 50. ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായം 23 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. ആരാധനയും അക്രമവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ലിറ്റർജിയും കൊലപാതകവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ബന്ധമുണ്ടെന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കും. ആ ബന്ധം എങ്ങനെ നോക്കാം? ഈ കായിന്റെ പ്രതികാരം 7 ഇരട്ടി, ലാമക്കിൻ്റേത് 770 ഇരട്ടി നമ്മുടേതോ? എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്? കായിൻ എന്ന കഥാപാത്രത്തിന് നമ്മൾ കാണുന്ന ആ ചരിത്രപരമായ ആ ഫിഗറിനേക്കാൾ അപ്പുറത്ത് ചില അർത്ഥങ്ങളുണ്ടോ? ഇന്ന് പരിശോധിക്കാം. ലാമക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞു, ആദായെ സില്ലായെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ലാമക്കിന്റെ ഭാര്യമാരെ, എനിക്ക് ചെവി തരുവിൻ. എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെ, എന്നെ അടിച്ച ഒരു യുവാവിനെ ഞാൻ കൊന്നുകളഞ്ഞു. കായന്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമക്കിന്റെ പകവീട്ടൽ 77 ഇരട്ടിയായിരിക്കും. ആദാം വീണ്ടും തന്റെ ഭാര്യയെ പ്രാപിച്ചു. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കായൻ കൊന്നുകളഞ്ഞ ഹാബേലിന് പകരം എനിക്ക് ദൈവം തന്നതാണ് അവൻ എന്ന് പറഞ്ഞ് അവൾ അവന് സേത്ത് എന്ന് പേരിട്ടു. സേത്തിന് പുത്രൻ ജനിച്ചു. സേത്ത് അവനെ ഏനോഷ് എന്ന് വിളിച്ചു. അക്കാലത്ത് മനുഷ്യർ യാഹ്വേയുടെ നാമം വീണ്ടും വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. ലാമക്കിന് 2 ഭാര്യമാര്, ആദ, സില്ല. ഒരു പുരുഷന് ഒരു ഭാര്യ എന്ന ദൈവിക നിലപാടിനെതിരായിട്ടാണ് ഈ ലാമക്ക് 2 ഭാര്യമാരെ സ്വീകരിച്ചു. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ ഭാര്യ സമ്പ്രദായമാണിത്. പിന്നീട് പലരും അത് പിന്തുടർന്നിട്ടുണ്ട്. പക്ഷെ അത് ദൈവത്തിന്റെ നിലപാടിനെതിരായിരുന്നു. പിന്നീട് പലപ്പോഴൊക്കെ അത് സമുദായത്തില് ചില സാഹചര്യങ്ങളായിട്ട് മാറി. നമ്മൾ വിശുദ്ധരെന്ന് കണക്കാക്കുന്നവർക്കും പല ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ദൈവത്തിന്റെ നിലപാടിനോട് ചേർന്ന് പോകുന്നതല്ല. സമുദായത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ദൈവം അംഗീകരിച്ചിട്ടുള്ളതല്ല. 2 ഭാര്യമാര് ഈ ലാമക്കിന്. ലാമക്ക് എന്താണ് ചെയ്തത്? അയാൾ അടിച്ച ഒരാളെ, ഒരു യുവാവിനെ കൊന്നുകളഞ്ഞു. അന്നത്തെ നിയമം അനുസരിച്ച് പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, അങ്ങനെയാണ്. അതാണ് രീതി. ഈ മോശ എഴുതിയത്. അതിനു മുമ്പ് ഹമ്മുറാബിയുടെ ഇതിനകത്ത് പറയുന്നത് ഒരു പല്ലിന് പകരം 10 പല്ലെന്നാണ്. അപ്പൊ എന്റെ ഒരു പല്ല് നിങ്ങൾ അടിച്ചു കൊഴിച്ചാൽ നിങ്ങളുടെ 10 പല്ല് എനിക്ക് അടിച്ചു കൊഴിക്കാം. എന്റെ ഒരു കണ്ണ് നിങ്ങൾ കുത്തിപ്പൊട്ടിച്ചാൽ നിങ്ങളുടെ 10 കണ്ണ് എനിക്ക് കുത്തിപ്പൊട്ടിക്കാം. നിങ്ങൾക്ക് 10 കണ്ണില്ലല്ലോ, അപ്പൊ നിങ്ങളുടെ ഭാര്യയുടെ മക്കളിലേക്ക് പൊട്ടിക്കാം. അങ്ങനെയാണ്. അപ്പൊ അതിനെ ഒന്ന് ലിമിറ്റ് ചെയ്യുകയായിരുന്നു. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. കർത്താവ് അത് മാറ്റി. പക്ഷെ അന്ന് നിയമം, ഇപ്പൊ ഈ രാമക്കന്റെ ഒക്കെ കഥ നിൽക്കുന്ന സമയത്ത് ഈ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലുന്ന. ഇയാൾ അടിച്ചപ്പോൾ തിരിച്ചൊരു അടി അടിക്കാമായിരുന്നു അന്നത്തെ നിയമം അനുസരിച്ച്. അതിന് പകരം ഇങ്ങോരെന്താ ചെയ്തത്? കൊന്നുകളഞ്ഞു. ഒരു യുവാവിനെ കൊന്നുകളഞ്ഞു. അപ്പോ എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ ന്യായം, കായിന്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമക്കിന്റേത് 77 ഇരട്ടിയാണ്. ഇത് ഒരു വീമ്പിളക്കലാണ്. എന്റെ പ്രതികാരത്തിന് കണക്കില്ല, അളവില്ല. കയ്യും കണക്കുമില്ലാതെ ഞാൻ പ്രതികാരം ചെയ്യും. ഈ കായിന്റെ കൊലപാതക പാരമ്പര്യത്തിലാണ് ഈ ലാമക്ക് നിൽക്കുന്നത്. കായിൻ സ്വന്തം സഹോദരനെ കൊന്നുകളഞ്ഞു. ഇയാള് ലാമക്ക് തന്നെ ഒരു അടി അടിച്ച യുവാവിനെ കൊന്നുകളഞ്ഞു. സെപ്തിജിന്ത് പാഠാന്തരത്തില്, അതായത് ആദിമസഭയുടെ ബൈബിളാണ് ഈ സെപ്തിജിന്ത് എന്ന് പറയണേ. ക്രിസ്തുവിന് മുമ്പ് ഒരു BC 250 തർജ്ജമ ചെയ്ത ആ സെപ്തിജിന്തില് ഈ വചനത്തിന്റെ പാഠാന്തരം ഇങ്ങനെയാണ് കാണുന്നത്. കായീനെ പ്രതി 7 പ്രാവശ്യം പ്രതികാരം ചെയ്തെങ്കിൽ ലാമക്കിന്റേത് 770 ഇരട്ടിയായിരിക്കും. ഈ വാക്യത്തില് 77 ഇരട്ടി എന്നോ 770 ഇരട്ടി എന്നോ ഭാഷപ്പെടുത്താൻ പറ്റും. 77 ഇരട്ടി എന്നോ 77 ഇരട്ടി എന്നോ 770 ഇരട്ടി 490 ഇരട്ടി തവണ എന്നോ ഭാഷപ്പെടുത്താം. രണ്ടാണെങ്കിലും 77 ആണെങ്കിലും 490 ആണെങ്കിലും അതിരുകളില്ലാത്ത പകയാണ് സൂചിപ്പിക്കുന്നത്. ലാമക്കിന്റെ പ്രതികാരം എല്ലാ അതിരുകളും ലംഘിക്കുന്നതാണ്. വാളിന്റെ ഗാനം എന്നാണ് ലാമക്കിന്റെ പ്രതികാരത്തെ വിശേഷിപ്പിക്കുന്നത്. ദ സോങ് ഓഫ് ദ സ്വോർഡ്. നമ്മുടെ നാട്ടിലും ഈ ഗോത്രങ്ങൾ തമ്മിൽ, വംശങ്ങൾ തമ്മിൽ, ജാതികൾ തമ്മിൽ, ഗ്രാമങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉടലെടുക്കുന്നു. അക്രമത്തെ പ്രസവിക്കുന്നു. ഈ 2 കാര്യങ്ങൾ, അതായത് കായിന്റെ പ്രതികാരം 7 ഇരട്ടി, ലാമക്കിന്റേത് 77 ഇരട്ടി, അല്ലെങ്കിൽ 77 അല്ലെങ്കിൽ 770. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ യേശുവിന്റെ കൂടെ കുറച്ചു നാൾ നടന്നു കഴിഞ്ഞപ്പോൾ പത്രോസിന് ഒരു കാര്യം മനസ്സിലായി, യേശു പ്രതികാരം അംഗീകരിക്കില്ല. അപ്പൊ ഇതൊന്ന് തല തിരിച്ചിടുകയാണ്.
കായീന്റെ 7 ഇരട്ടി പ്രതികാരത്തെ തലതിരിച്ചിട്ടിട്ട് പത്രോസ് യേശുവിനോട് ചോദിച്ചു. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തില്, ഞാൻ എന്റെ സഹോദരൻ, എന്നോട് തെറ്റ് ചെയ്യുന്ന സഹോദരൻ 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? 7 പ്രാവശ്യത്തെ പ്രതികാരത്തെ, കായീന്റെ 7 പ്രാവശ്യത്തെ പ്രതികാരത്തെ തലതിരിച്ചിടുകയാണ്. കായീൻ ആരെങ്കിലും കൊന്നാൽ അവനെ ഞാൻ 7 പ്രാവശ്യം കൊല്ലുമെന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതാണ് 7 ഇരട്ടി പ്രതികാരം എന്ന് പറയണേ. ആ പ്രതികാര നിയമത്തെ തലതിരിച്ചിട്ടിട്ട് പത്രോസ് ചോദിക്കുകയാണ്, ഞാൻ 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? അതിന് ഈശോ കൊടുക്കുന്ന മറുപടി എന്താണ്? ഈ ലാമക്കിന്റെ പ്രതികാരത്തെ തലതിരിച്ചിടുകയാണ് കർത്താവ്. 77 അല്ലെങ്കിൽ 770 എന്നുള്ളത് പറയുക. അത് ഇല്ലേ, ആ പ്രതികാരത്തെ തലതിരിച്ചിട്ട് ഈശോ പറയാണ് 7 എന്നല്ല 770 പ്രാവശ്യം. 770 ലാമക്കിന്റെ പ്രതികാരത്തെയാണ് കർത്താവ് തലതിരിച്ചിട്ട് പറയുന്നത്. ഈ ക്ഷമയ്ക്ക് അതിരില്ല. ക്ഷമയ്ക്കൊക്കെ ഒരു അതിരില്ലേ എന്ന് നമ്മൾ ചോദിക്കും. ക്ഷമയ്ക്ക് ഒരു അതിരില്ല. ശരിക്കും ക്ഷമിക്കുകയാണെങ്കിൽ, എന്നിട്ട് ഈ കർത്താവിനത് മുഴുവൻ, ഈ പത്രോസ് മുഴുവൻ മനസ്സിലാക്കാതെ വന്നപ്പോൾ കർത്താവ് ഒരു കഥ പറയുന്നുണ്ട്. ഈ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനോട് അവന്റെ മുതലാളി, അവന്റെ രാജാവ്, ചക്രവർത്തി ക്ഷമിക്കുന്നു. അവൻ 300 ധനാറ കടപ്പെട്ടിരുന്ന ഒരുത്തരം ക്ഷമിക്കുന്നില്ല. ആ കഥ മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തില്. ആ കഥയില് വാസ്തുവിൽ ഒറ്റ പ്രാവശ്യം ക്ഷമിക്കുന്നുള്ളൂ. 770 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് കാണിക്കാൻ വേണ്ടി കർത്താവ് ആ കഥ പറയുന്നു. പക്ഷെ ആ കഥയിൽ ഒറ്റ പ്രാവശ്യം ക്ഷമിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ശരിക്കും ക്ഷമിക്കുകയാണെങ്കിൽ ഒറ്റ പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയാകും. കാരണം നമ്മൾ ശരിക്കും ക്ഷമിക്കുകയാണെങ്കിൽ പിന്നെ വീണ്ടും ഒരു തെറ്റ് സംഭവിച്ചാൽ അത് രണ്ടാമത്തെ അല്ല, ആദ്യത്തെ തന്നെയാ. മുമ്പത്തെ ക്ഷമിച്ചു കളഞ്ഞു. ഇതിപ്പോ നീ 2ാമത്തെ പ്രാവശ്യമാണ്, 3ാമത്തെ പ്രാവശ്യം പറയാൻ പറ്റില്ല. മുമ്പത്തെ ക്ഷമിച്ചു കളഞ്ഞു. അപ്പൊ ശരിക്കും ക്ഷമിക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു പ്രാവശ്യം ക്ഷമിക്കേണ്ടി വരൂ. അതായത് ഗുണമേന്മയുള്ള ക്ഷമയാണെങ്കിൽ, മാപ്പ് കൊടുക്കലാണെങ്കിൽ എപ്പോഴും ഒറ്റ പ്രാവശ്യം വേണ്ടി വരും എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. അതായത് മുൻപത്തെ കണക്കുകൾ അല്ലെങ്കിൽ കൂട്ടി വെക്കരുത്. ക്ഷമിച്ചത് മാച്ചുകളാ. നമുക്ക് മറക്കാൻ പറ്റില്ല. ഒന്നും മറക്കാൻ പറ്റില്ല, മറക്കാൻ പാടില്ല. മറിച്ച് ഓർമ്മയാണ് മാപ്പ് കൊടുക്കല്. ഓർമ്മയാണ്. ഓരോ പ്രാവശ്യം ഓർക്കുമ്പോഴും നമ്മൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അവന് പറ്റുമെങ്കിൽ നന്മ ചെയ്തു കൊടുക്കുക. ശത്രുക്കളെ സ്നേഹിക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ട് എങ്ങനെ സ്നേഹിക്കാമെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളെ അധിക്ഷേപിക്കുന്നവരെ അനുഗ്രഹിക്കുക, പിന്നെ നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക. ലൂക്കാസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 27-28 വാക്യങ്ങളാണ്. ശത്രുക്കളെ സ്നേഹിക്കാന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ ചെയ്താൽ ശത്രുക്കളെ സ്നേഹിക്കാമെന്ന് കർത്താവ് പറയുന്നുണ്ട്. ഇത് മിത്രങ്ങളെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ അനുഗ്രഹിക്കുക, നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഓർക്കുമ്പോഴൊക്കെ ചെയ്യുക. അപ്പോൾ അവന്റെ തലയിലും തീക്കനയിൽ കൂട്ടും നമുക്കും ഒരേ സമയത്ത് ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയുന്ന ഒരു പരിപാടിയാണത്. ഇത് മഹാത്മാഗാന്ധിയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സംഗതിയാണ്. നമ്മളിൽ പലരും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ നമുക്ക് കഴിയും. അപ്പോൾ ഈ പ്രതികാര നിയമം, കായീന്റെ പ്രതികാര നിയമത്തെ തലതിരിച്ചിട്ട പത്രോസ് 7 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ചോദിക്കുമ്പോൾ ലാമക്കിന്റെ 77 ഇരട്ടി പ്രതികാരത്തിന്റെ കഥ തലതിരിച്ചിട്ട് കർത്താവ് പറയാണ് 7 എന്നല്ല 70 പ്രാവശ്യം ക്ഷമിക്കുക. എന്ന് വെച്ചാൽ ക്ഷമയ്ക്ക് ഒരു അതിരില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് വിചാരിച്ച് ഇതൊക്കെ വ്യക്തിപരമായ ബന്ധത്തില് ഇത് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയാൽ ശരിയാവുമോ? അവിടെ ക്രമസമാധാനം പാലിക്കേണ്ടതുണ്ട്. പോലീസും പട്ടാളൊക്കെ നിയന്ത്രിക്കുമ്പോൾ അപ്പോ സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യമല്ല, ഭരണകർത്താക്കൾ ചെയ്യേണ്ട കാര്യമല്ല ഈ പറയുന്നത്. മറിച്ച് വ്യക്തിപരമായ ബന്ധത്തിലെ കാര്യങ്ങളാണ്. പോട്ടെ. 4:25 ആദാം വീണ്ടും തന്റെ ഭാര്യയെ പ്രാപിച്ചു. ഉൽപ്പത്തി 5:4 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആദാമിന് വേറെയും പുത്രന്മാരും പുത്രികളും ഉണ്ടായി. 2 കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ഒന്ന്, ആദാമിനും ഹവ്വായ്ക്കും കായീൻ, ഹാബേൽ, സേത്ത് എന്നീ 3 മക്കളല്ല ഉണ്ടായിരുന്നത്, അനേകം മക്കളുണ്ടായിരുന്നു. 2, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ആദാം എന്നതിന് ഒരു വ്യക്തി എന്നും ഒരു മനുഷ്യവർഗം എന്നും അർത്ഥമുണ്ട്. മനുഷ്യവംശം ഒരു വ്യക്തിയിൽ നിന്ന് ആരംഭിച്ചുവെന്നോ മോണോജെനിസം, ഒരു കൂട്ടം മനുഷ്യരിൽ നിന്ന് ആരംഭിച്ചുവെന്നോ സൂചനയാകാം പോളിജെനിസം. അതൊക്കെ ഞാൻ പറഞ്ഞപ്പോഴും ഞാൻ പരിണാമ സിദ്ധാന്തത്തിൽ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. എന്താണ് പരിണാമ സിദ്ധാന്തം എന്ന് അറിയാത്തവര് വന്നിട്ട് അച്ഛന് പരിണാമ സിദ്ധാന്തം അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കമന്റ് ഇട്ടിട്ടുണ്ട്. അവരോട് ഞാൻ ചില കാര്യങ്ങളൊന്ന് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സംവാദത്തിന് റെഡിയാണ്, നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ. പരിണാമ സിദ്ധാന്തം ഞാൻ പറഞ്ഞ ഒരു സിദ്ധാന്തമാണ്, സത്യമല്ല. സത്യത്തെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം, പല വ്യാഖ്യാനങ്ങൾ ഒരു വ്യാഖ്യാനം. അത് സത്യമാണെന്ന് വിചാരിക്കുകയാണ് യുക്തിവാദികളും നിരീശ്വരന്മാരും. അവർക്ക് മതത്തെ എതിർക്കാൻ വേണ്ടിയാണ് അത് ശാസ്ത്രം സത്യമാണെന്ന് അംഗീകരിക്കാത്തതും സിദ്ധാന്തമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്, സത്യമായിട്ട് അംഗീകരിക്കാത്തതും സത്യമാണെന്ന് വിചാരിക്കുന്നത്. അതിൽ ഒരുപാട് നിങ്ങൾ വെറുതെ ഇന്റർനെറ്റിൽ നിന്ന് അടിച്ചു നോക്കുക. അതായത് പരിണാമ സിദ്ധാന്തത്തിന്റെ പോരായ്മകൾ എന്തെന്നോ അടിച്ചു നോക്കൂ. നിങ്ങൾക്കറിയാം എന്തുമാത്രം പോരായ്മകൾ അവിടെ ഉണ്ടെന്ന്. ഇതൊന്നും അറിയാതെ വെറുതെ വന്ന് കമന്റ് ഇടുകയാണ്. ഈ മിത്തോഹോൺഡ്രിയാൽ DNA എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്, ശാസ്ത്രമാണിത്.
അതനുസരിച്ച് അതെല്ലാം പഠിച്ചു വരുമ്പോൾ ഒരൊറ്റ സ്ത്രീയിൽ നിന്നാണ് സകല മനുഷ്യവംശം ഉണ്ടായെന്നാണ്. ഇത് പരിണാമ സിദ്ധാന്തം ഞാൻ പറയണേ. വിശ്വാസികൾക്ക് അത് ആ സിദ്ധാന്തം ആവശ്യമില്ല. പക്ഷെ വിശ്വാസികൾ അല്ലാത്തവരോട് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഉദാഹരണം പറയുന്നത്. അപ്പോൾ മോണോജെനിസമോ, അതായത് ഒരു വ്യക്തിയിൽ നിന്ന് മനുഷ്യവംശം ആരംഭിച്ചെന്നോ ഒരു കൂട്ടം മനുഷ്യരിൽ നിന്ന് പോളിജെനിസം ആരംഭിച്ചെന്ന ബൈബിളിൽ സൂചനയുണ്ട്. അതുകൊണ്ട് ഇതൊന്നും തന്നെ ശാസ്ത്രത്തിന് വിരുദ്ധമല്ല. പക്ഷേ ശാസ്ത്രം ഇപ്പോഴും അതിന്റെ ശൈശവാവസ്ഥയിലാണ്. കണ്ടുപിടുത്തം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എന്തെല്ലാം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കിടക്കുന്നു. അതിനാൽ കായൻ ആരെ വിവാഹം ചെയ്ത് തുടങ്ങിയ ചോദ്യങ്ങളൊന്നും അത്ര പ്രസക്തമല്ലെന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. എന്നെ കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കുമെന്ന് കായൻ ദൈവത്തോട് പറയുന്നുണ്ട്. അന്ന് കായനും ഹാബേലും മാത്രമുള്ളതെന്നാണ് വിചാരിക്കുന്നത്. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. ആദാമും ഹവയും അവന്റെ അപ്പനമ്മയാണോ അവനെ കൊല്ലാൻ പോണേ? അതല്ല, ഒരു സമുദായം നിലനിന്നിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ചുരുക്കത്തില് ആദാമിനും ഹവ്വയ്ക്കും അനേകം മക്കളുണ്ടായിരുന്നു. ഉൽപ്പത്തി 5:4 പറയുന്നു, 4:25 പറയുന്നു. ഈ കായൻ കൊന്ന ഹാബേലിന് പകരം കിട്ടിയ കുഞ്ഞാണ് സേത്ത്. സേത്ത് എന്ന വാക്കിന് ഷത്ത് എന്നുള്ള ആ ഹീബ്രു വാക്കിൽ നിന്നാണ് അതിനൊരു സാമ്യമുണ്ട്. അതിന് കിട്ടിയെന്ന് അറിഞ്ഞുകൂടാ. ആ വാക്കിന് ഉരുത്തിരിഞ്ഞതാണോ എന്ന് അറിഞ്ഞുകൂടാ. പകരം കിട്ടിയത്, പകരം നിയമനം കിട്ടിയവൻ എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം. ഈ കായൻ കൊന്നുകളഞ്ഞ ഹാബേലിന് പകരം കിട്ടിയ സേത്ത്, പകരം നിയമിക്കപ്പെട്ടവൻ എന്നൊക്കെ ആയിരിക്കാം. യാഹ്വയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന തലമുറയെ സ്ഥാപിച്ചത് നിഷ്കളങ്കനായ ഹാബേലിന് പകരം കിട്ടിയ സേത്തിന്റെ വംശപരമ്പരയാണ്. ഇത് നിങ്ങൾ അടിവരയിട്ട് കേൾക്കേണ്ടതാണ്. യാഹ്വയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ആ തലമുറയെ സ്ഥാപിച്ചത് നിഷ്കളങ്കനായ ഹാബേലിന് പകരം കിട്ടിയ സേത്തിന്റെ വംശപരമ്പരയാണ്. പാപിയായ കായീന്റെ വംശപരമ്പരയല്ല, കൊലപാതകിയായ കായീന്റെ വംശപരമ്പരയല്ല. നിഷ്കളങ്കനായ ഹാബേലിന്റെ വംശമാണ് ലോകത്തെ ഏറ്റവും ഉയർന്ന സംസ്കൃതിയായ ആരാധനയ്ക്ക് തുടക്കമിടുന്നത്. ഏകസത്യദൈവമായി യാഹ്വേയെ വിളിച്ച് അപേക്ഷിക്കുന്ന ആ തലമുറയ്ക്ക് തുടക്കമിടുന്നത് സേത്തിന്റെ കുലമാണ്. മനുഷ്യന് ദൈവത്തെ ആരാധിക്കാനുള്ള കഴിവ് പണ്ട് മുതലേ ഉണ്ടായിരുന്നുവെന്നും പാപം ചെയ്ത് അധപതിച്ചെങ്കിലും അതിനെ മറികടക്കാൻ സഹായിക്കുന്ന വിധത്തില് ദൈവമായി ബന്ധം പാലിക്കാൻ മനുഷ്യന് സാധിക്കുമെന്നും ഈ സേത്തിന്റെ കഥയിലൂടെ ആവിഷ്കരിച്ചിരിക്കുക. മനുഷ്യന് ദൈവത്തെ ആരാധിക്കാനുള്ള കഴിവ് പണ്ട് മുതലേ ഉണ്ട്. മനുഷ്യനാക്കുന്ന ഘട്ടത്തിൽ അത് നൽകിയിട്ടുണ്ട്. മനുഷ്യനെ ഈ ദൈവചിന്ത മനുഷ്യന്റെ ബ്രെയിനിൽ ഇംപ്രിന്റഡ് ആണ്. നിങ്ങൾ എത്രയൊക്കെ നിരീശ്വരവാദം വന്നാലും കമ്മ്യൂണിസം വന്നാലും ദൈവചിന്ത മനുഷ്യ മനസ്സിൽ നിന്ന് ഇറേസ് ചെയ്ത് മായ്ച്ചു കളയാൻ കഴിയില്ല. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം വെച്ചിരിക്കുന്നതാണത്. അതുകൊണ്ട് പാപം ചെയ്ത് അധപതിച്ചെങ്കിലും അതിനെ മറികടക്കാൻ ഈ ദൈവത്തെ ആരാധിക്കാനുള്ള ചിന്ത ഇല്ലേ, അങ്ങനെ ദൈവമായിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള ആ കഴിവ് മനുഷ്യന് നിലനിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അക്കാലം മുതൽ ആ സമയം മുതൽ യാഹ്വയുടെ നാമം വീണ്ടും വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. വേദപിതാക്കന്മാരുടെ മതപരമായ ജീവിതത്തെ അവതരിപ്പിച്ചിരുന്നത് ഇങ്ങനെയാണ്. അവർ യാഹ്വയുടെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. ഉൽപ്പത്തി 12:8, 13:4, 21:31, 26, 25 ഇത് കാണാം. അവർ യാഹ്വയുടെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. ഇത് ഈ പൂർവ്വപിതാക്കന്മാരുടെ മതപരമായ ജീവിതത്തെ അവതരിപ്പിക്കുന്ന ഒരു ഫോർമുലയാണ്, പ്രമാണവാക്യമാണ്. ദൈവനാമത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്ന പ്രാർത്ഥന, ആരാധന എന്നിവയിലേക്കുള്ള ആദ്യ സൂചനയാണ്, ചരിത്രത്തിലായിട്ട് സൂചനയാണ് ഉൽപ്പത്തി 4:26. സങ്കീർത്തനം 66:2, 66:4 ഇല്ലേ, ദൈവനാമത്തിന് സ്തുതിയും ആരാധനയും അർപ്പിക്കുന്ന, സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്ന പ്രാർത്ഥന, ആരാധന മലാക്കി 1:11. ഇതൊക്കെ ആരംഭിക്കുന്നത് ഈ സേത്തിന്റെ കാലത്താണ്. സഹായത്തിനായി ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നതും പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്നുവെന്ന് ജോയേലിന്റെ പുസ്തകം 2:32 പറഞ്ഞിട്ടുണ്ട്. ഹാബേല് തുടങ്ങിവെച്ച ബലിയർപ്പണം, ഹാബേല് ബലിയർപ്പിച്ചു. ആ ബലിയർപ്പണം കായിനെ അമർഷം, അസൂയ, കൊലപാതകം എന്നിവയിലേക്ക് നയിച്ചു. നോക്കുക, ഹാബേല് ദൈവത്തിന് പ്രീതികരമായ പ്രസാദകരമായ ബലിയർപ്പിച്ചു. ആ ബലിയാണ് കായിനെ അമർഷം, അസൂയ, കൊലപാതകം എന്നിലേക്ക് നയിച്ചത്. വിശ്വാസികള് അവിശ്വാസികൾക്ക് ശല്യമാണ്. വിശ്വാസികള് അവിശ്വാസികൾക്ക് ശല്യമാണ്. അപ്പോ അവരെന്ത് ചെയ്യും? അവര് എങ്ങനെയെങ്കിലും ക്ഷേത്രോ പള്ളിയൊക്കെ അടക്കി ഭരിച്ച് ചർച്ച് ആക്ട്, ദേവസ്വം ബോർഡ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവിടുത്തെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കും. വിശ്വാസികൾ കൊണ്ടുവരുന്ന പണം അവിശ്വാസികൾ കൊള്ളയടിക്കും. ഇത് നോക്കുക, ഹാബേല് തുടങ്ങി വെച്ച പ്രസാദാത്മക ബലിയർപ്പണമാണ് കായീനെ അമർഷത്തിലേക്കും അസൂയിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ചത്. എന്നാൽ
ഹാബേലിനെ കൊന്നുകളഞ്ഞെങ്കിലും കായൻ കൊന്നുകളഞ്ഞെങ്കിലും ഹാബേലിന്റെ പിൻഗാമികള് ബലിയർപ്പണം പുനരാരംഭിച്ചു. അതുകൊണ്ടാണ് ഞാൻ തർജ്ജമ ചെയ്തത്, യാഹ്വയുടെ നാമം വീണ്ടും വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. വീണ്ടും ഹാബേൽ തുടങ്ങി വെച്ചു. കായിൻ ഹാബേലിനെ കൊന്നപ്പോൾ അത് നിന്നുപോയി. പക്ഷെ സേത്ത് ജനിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അത് പുനരാരംഭിച്ചു. അപ്പോൾ യാഹ്വയുടെ നാമം വീണ്ടും വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. കത്തോലിക്ക സഭയുടെ മതബോധനം 2569 നിങ്ങൾക്ക് വായിക്കാം. യാഹ്വ എന്ന നാമം വെളിപ്പെടുത്തപ്പെട്ടത് മോശയ്ക്കാണ്. ഇത് കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. പക്ഷേ ആ സത്യദൈവത്തെ ആദ്യകാലം മുതൽ തന്നെ ആരാധിച്ചിരുന്നുവെന്ന് വേദത്താളുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. യാഹ്വ എന്ന നാമം വെളിപ്പെടുത്തപ്പെട്ടത് മോശയ്ക്കാണ്. പക്ഷേ ആ പേരില്ലായിരുന്നെങ്കിലും ഏകസത്യ ദൈവത്തെ പണ്ട് മുതലേ, സേത്തിന്റെ കാലം മുതലേ, ഹാബേലിന്റെ കാലം മുതലേ ആരാധിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇത് ഉപസംഹരിക്കാം. ഈ കായീനും കാനാനിനും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. ചരിത്രപരമായിട്ടും നരവംശാസ്ത്രപരമായിട്ടൊക്കെ നോക്കിയാൽ കായിന്റെയും ഹാബേലിനും കഥയ്ക്ക് മറ്റൊരു ചക്രവാളമുണ്ട്. ഇസ്രായേലിയര് കാനാൻ ദേശത്ത് എത്തിച്ചേർന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആദിവാസികളാണ് കാനാന്യര്. അവരുടെ പൂർവ്വപിതാക്കന്മാരിൽ ഒരുവനായിരുന്നു കായിൻ. കാനാന്യ ഗോത്രത്തിന്റെ രാഷ്ട്രീയ ദേശീയ ചരിത്രത്തിന്റെ ചില നിഴലുകളാണ് ഈ കായിന്റെ കഥയിലൂടെ അവതരിപ്പിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു സംഭവത്തിന് പല ചക്രവാളങ്ങളുണ്ട്, പല മാനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഒരു മാനം കൂടി പറയുകയാണ്. തങ്ങളുടെ രാഷ്ട്ര നിർമ്മിതിക്ക് എതിര് നിന്നവരെയെല്ലാം നിഷ്കരണം വകവരുത്തി കാനാന്യര്. ഇപ്പൊ നമുക്കറിയാലോ, ചില മതങ്ങള്, ഈ സമാധാനത്തിന് മതക്കാരെന്ന് പറയുന്നവര്, അവരുടെ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ടാണ് ഈ മതം തന്നെ കൊണ്ടു നടക്കണേ. അതിനെതിര് നിൽക്കുന്നവരെയൊക്കെ നിഷ്കരണം കൊന്നുകളയാണ്. അത്തരം ഒരു വർഗീയ ചിന്ത വേറെ ചില മതങ്ങൾക്കുണ്ട്. മതങ്ങൾക്കോ അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം ആ മതത്തെ ഇങ്ങനെ മുതലെടുത്ത് രാഷ്ട്രീയം കളിക്കുന്ന അവർക്ക് ഇത്തരം ചിന്തകളുണ്ട്. അതായത് തങ്ങളുടെ രാഷ്ട്ര നിർമ്മിതിക്ക് എതിര് നിൽക്കുന്നവരെല്ലാം നിഷ്കരണം വകവരുത്തുക. കാനാന്യര് ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ തുടരുന്നു പലരും. അക്രമ രാഷ്ട്രീയത്തിന്റെ ആ മുഖമുദ്രയാണ് ലാമക്കിന്റെ പ്രതികാരം വെളിപ്പെടുത്തുന്ന വാളിന്റെ ഗാനം. നമ്മൾ എന്താ പറയാ, പാടത്ത് പണി വരമ്പത്ത് കൂലി. അപ്പൊ തന്നെ കൊന്നുകളയുക. എന്തുമാത്രം മനുഷ്യരെയാണ് കൊന്നുകളഞ്ഞിരിക്കുന്നത് ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ ആളുകള്, എന്തുമാത്രം ആളുകളെ. അപ്പൊ ഈ വാളിന്റെ ഗാനം 770 ഇരട്ടി പ്രതികാരം. അതായത് എന്റെ രാഷ്ട്രീയപ്പെട്ടിൽ ഒരാളെ കൊന്നാൽ നിങ്ങളുടെ രാഷ്ട്രീയപ്പെട്ടിൽ 10 ആളെ കൊന്നിരിക്കും. കായിന്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമക്കിന്റേത് 77 ഇരട്ടിയാണ്. പാടത്ത് പണി വരമ്പത്ത് കൂലി. അക്രമ രാഷ്ട്രീയം. അക്രമത്തിന്റെ ഇരകളോ മിക്കപ്പോഴും ഹാബേലിനെ പോലുള്ള നിഷ്കളങ്കരാണ്. അക്രമത്തിന്റെ വേരുകൾ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട്, എല്ലാവരുടെ ഹൃദയത്തിലുണ്ട്, നമ്മുടെ ഒക്കെയുണ്ട്. അതിനെ മെരുക്കിയെടുക്കലാണ് സംസ്കാരം, മനുഷ്യ സംസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അക്രമവാസനയെ പോഷിപ്പിക്കുന്നതല്ല. പിന്നീട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ദൈവരാജ്യത്തിന്റെ ഭരണഘടനയില് കായിന്റെ 7 ഇരട്ടി പ്രതികാരത്തെ തലതിരിച്ചിടുകയും 7 പ്രാവശ്യം ക്ഷമിക്കുകയാണ് വേണ്ടതെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന പത്രോസ്, എന്നാൽ ഈ ലാമക്കിന്റെ പ്രതികാരത്തെ തലതിരിച്ചിരുന്ന യേശു 7 പ്രാവശ്യമല്ല 70 പ്രാവശ്യം ക്ഷമിക്കുന്നതാണ് ദൈവരാജ്യത്തിന്റെ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നതെന്ന് വെളിപ്പെടുത്തുന്നു. മത്തായി 18:21, 22 ആണ് ഞാൻ ഈ പറയണേ. പിന്നെ ഒരു കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടി പറയാം. ഈ കാർഷിക സംസ്കാരം അത് കാനാന്യ ഗോത്രത്തിന്റെ ഏറ്റവും വലിയ ഉത്കണ്ഠകളിൽ ഒന്നായിരുന്നു. മഴയാണ് പ്രശ്നം. അപ്പൊ കാനാന്യ ഗോത്രം, അവരുടെ പൂർവ്വപിതാവാണ് കായീൻ. ഈ കാനാന്യ ഗോത്രത്തിൻ്റെത് അവരുടെ കാർഷിക വൃത്തിയാണ്. മഴയില്ലെങ്കിലും മഴദേവന്മാരെ പ്രീതിപ്പെടുത്തണമെന്ന് അവർക്ക് തോന്നലുണ്ടായിരുന്നു, അന്ധവിശ്വാസം. അങ്ങനെ മഴ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ നരബലി വേണമെന്ന് അവർ വിശ്വസിച്ചു. കായീൻ ഹാബേലിനെ വയലിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അവനെ കൊന്നുകളഞ്ഞത് ദേവനെ ബലിയർപ്പിച്ചതാണ്. എന്നാൽ ഏകസത്യദൈവം കായീന്റെയും അവന്റെ മതവിശ്വാസം ചോദ്യം ചെയ്തു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുരുതി, നരബലികൾ, മൃഗബലികൾ, കോഴിക്കല്ലിമൂടല്, ഗുരുതി പൂജ, ഇങ്ങനെ ഒരുപാട് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോഴും ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളും നടക്കുന്നുണ്ട്. പാലമുറയ്ക്കാനായിട്ട് ഇല്ലേ ഒരു നരബലി വേണമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. വലിയ കെട്ടിടം പണിയുമ്പോൾ അത് വേണമെന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈ ആടിനെയും പശുവിനെ ചില സ്ഥലത്ത് കൊല്ലാൻ പറ്റില്ല, ആടിനെ കൊന്ന് ബലിയർപ്പിക്കുന്ന രീതികൾ തമിഴ്നാട്ടിലുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്.
അപ്പൊ ഇത് അന്ധവിശ്വാസമാണ്. ആ അന്ധവിശ്വാസം ശരിയല്ല എന്നാണ് കായനെ ചോദ്യം ചെയ്യുന്നവരുടെയും ചുറ്റിക്കുന്നവരുടെയും ദൈവം വെളിപ്പെടുത്തുന്നത്. പിന്നീട് ഈ കാനാന്യ ഗോത്രവും ഇസ്രായേൽ ജനത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 1:16, 4:17. അതേസമയം ഈ ഈ ഈ അവരിങ്ങനെ ഇസ്രായേലിന്റെ ഭാഗമായി മാറുമ്പോഴും അവിടെ അന്തഛിദ്രമുണ്ട്, അല്ലെങ്കിൽ ഒരു വിഭാഗീയതയുണ്ട്. അവർക്ക് പൂർണ്ണമായിട്ട് അങ്ങ് യോജിക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതാണ് ഈ സംഘർഷങ്ങൾക്കൊക്കെ വഴി വെക്കുന്നത്. പിന്നെ പ്രസാദാത്മകമായ ഒരു കാര്യമുണ്ട്. ഈ മറ്റു മതങ്ങളിലെ ഈ മൃഗബലികള്, പഴയ നിയമത്തിലെ മൃഗബലികളൊക്കെ, ആ മൃഗബലികള് അവരുടെ ആശയം ഗംഭീരാണ്. എന്താണ്? മനുഷ്യൻ പാപം ചെയ്താൽ മരണശിക്ഷയ്ക്ക് വിധേയനാകും. മരണശിക്ഷയിൽ മാറ്റി നിർത്തണമെങ്കിൽ മറ്റൊരു ജീവൻ കൊടുക്കണം. അവർ കൊടുത്തത് മൃഗബലികളാണ്. അപര്യാപ്തമാണ്. പക്ഷെ അത് കൊടുക്കണമെന്നുള്ള ചിന്ത നല്ലതാണ്, പക്ഷെ അപര്യാപ്തമാണ്. പിന്നെ എന്താണ് വേണ്ടത്? ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ യേശുവിന്റെ ബലി, അനുസരണം എന്ന ബലി, എല്ലാം തികഞ്ഞ അനുസരണം, അലംഘനീയമായ അനുസരണം, ആ ബലി അത് വേണമെന്ന ഒരു പരോക്ഷ സൂചന ഈ മൃഗബലികളിലൂടെ നൽകപ്പെടുകയാണ്. അതായത് ദൈവത്തിന് ചേർന്ന ആരാധന എന്ന് പറയുന്നത് ബലി മാത്രമാണ്. അത് പഴയ നിയമത്തിൽ അറിയാമായിരുന്നു, പക്ഷെ ഏതു തരം ബലിയാന്ന കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് മൃഗബലികൾ കൊടുത്തത്. ഞാനൊന്ന് ആവർത്തിക്കുക, ദൈവത്തിന് ചേർന്ന ആരാധന ബലി മാത്രമാണ്. അത് മൃഗബലികളല്ല, ദൈവവും മനുഷ്യനും പാപമില്ലാത്തതുമായ യേശു അർപ്പിച്ച കുരിശിലെ ബലി. ആ ബലി ഇന്ന് സന്നിഹിതമാക്കുന്നതാണ് വിശുദ്ധ കുർബാന. ആ കുർബാന നമ്മൾ പങ്കെടുക്കുമ്പോൾ യേശുവിന്റെ എല്ലാം തികഞ്ഞ അനുസരണത്തിലേക്ക് നമ്മളെ എടുത്തു വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ അപൂർണമായ അപര്യാപ്തമായ അനുസരണത്തെ അവന്റെ എല്ലാം തികഞ്ഞ അനുസരണം കൊണ്ട് മൂടി കവർ ചെയ്തിട്ട് നമ്മെ തന്നെ ദൈവപിതാവിന് കാഴ്ച കൊടുക്കുകയാണ് പുത്രൻ തമ്പുരാൻ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അയച്ച് ആ അപ്പവും വീഞ്ഞും പുത്രന്റെ ശരീരങ്ങളാക്കി മാംസരക്തങ്ങളാക്കി മാറ്റിയിട്ട് നമുക്ക് നൽകി നമ്മളും ദൈവം തമ്മിൽ ഒന്നാകുന്ന ഏറ്റവും മഹാത്ഭുതം എന്ന് പറയാവുന്ന മഹാരഹസ്യം എന്ന് പറയുന്ന സംഗതിയാണ് വിശുദ്ധ കുർബാന. ആ കുർബാനയാണ് നമ്മുടെ മെത്രാന്മാരും നമ്മുടെ വൈദികരും ഇങ്ങനെ തോന്നി പോലെ കൈകാര്യം ചെയ്ത് കായീന്റെ തലമുറയിൽപ്പെട്ടവരായി മാറുന്നത്. അവര് നശിച്ചു പോകാതിരിക്കാൻ ഹാബേലിന്റെയും സേത്തിന്റെയും തലമുറയിൽപ്പെട്ട നമുക്ക് യാഹ്വേയുടെ നാമം വീണ്ടും വിളിച്ചപേക്ഷിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.